ഇരിക്കൂ സാർ. ഒരു കോൺഫറൻസിന് വന്നതാ. അപ്പോഴാ നിങ്ങൾ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞത്. കാണാൻ പിന്നീട് ഒരു അവസരം കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്ത് വന്നതാ. സാറിന്റെ നല്ല മനസ്സാ അങ്ങനെ തോന്നിച്ചത്. ഞാൻ സേവിച്ച പല യോഗ്യന്മാരും ഇവിടെ ഉണ്ട്. തെറുകെട്ട പല കാര്യങ്ങൾക്കും കൂട്ടുന്നവനാ ഞാൻ. എന്നിട്ടും ഒരു പട്ടിയും എന്നെ തിരിഞ്ഞു നോക്കിയില്ല. ഇനി നിങ്ങളെ കൊണ്ട് ഉപയോഗമില്ലെന്ന് തോന്നിക്കാണും. എന്താ പറ്റിയത്? അന്ന് ആ സൂട്ട് കേസിന് വേണ്ടി സുകുമാരൻ, അറിയാലോ, അതാ തുടക്കം. അതൊരു വ്രണമായി പഴുപ്പ് കയറി. പരിശോധനയിൽ ബോൺ ക്യാൻസർ ആണെന്ന് പിന്നീട് അറിഞ്ഞത്. ഈ കാൽ മുറിച്ചു മാറ്റാതെ രക്ഷയില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ബോൺ ക്യാൻസർ. മിസ്റ്റർ മാധവൻ നായർ ദൈവവിശ്വാസിയാണ്. കുറുപ്പ് സാറിന്റെ ഗൺമാനായിരിക്കെ കൂടെ പോകാറുണ്ട് തൊഴാൻ. ഓ, ഗൺമാനായിരിക്കാണല്ലോ നമ്മൾ കാണുന്നത് അല്ലേ? അതിനു മുമ്പ് ഈ മുഖം കണ്ട ഓർമ്മയുണ്ട്? ഉണ്ടാവില്ല. ഭാര്യയായും വെപ്പാട്ടിയായും കൂടെ കിടന്ന സ്ത്രീകളെ പോലും ഓർക്കാൻ കഴിയാത്ത നിങ്ങൾക്ക് അവരിൽ ആർക്കോ എവിടെയോ പിറന്ന മക്കളെ തിരിച്ചറിയാനൊക്കില്ല. വേണ്ട, ശ്രമിക്കണ്ട. നിങ്ങൾക്കതിന് കഴിയില്ല. കതിർ മണ്ഡപത്തിൽ വെച്ച് ഒരു അസുരനെ മാലയിട്ട് വരിച്ചു എന്ന കുറ്റമല്ലാതെ മറ്റൊരു തെറ്റും ചെയ്യാത്ത ഒരു പാവം സ്ത്രീയുടെ ഛായയുള്ള ഈ മുഖം കാണുന്നതേ അറപ്പാണെന്ന് നിങ്ങൾ ഒരിക്കൽ പറഞ്ഞു. നീ? അതെ. പ്രതികാരം ചെയ്യാനുള്ള ആവേശമൊന്നും എനിക്കിപ്പോ ഇല്ല. പ്രത്യേകിച്ച് നിങ്ങളോട്. ലോക്കപ്പിലും ടോർച്ചർ ക്യാമ്പിലും ഉപയോഗിക്കുന്ന 3-ാം മുറകളിൽ ബിരുദം നേടിയ മാധവൻ നായർ പ്രതിയുടെ ഗുഹ്യഭാഗത്തെ അളവിനൊത്ത് പഴുപ്പിച്ച കമ്പി ഇടിച്ചു കയറ്റി ശൗര്യവും വീര്യവും പ്രകടിപ്പിച്ച് നാട് വിറപ്പിച്ച ഉരുക്ക് മാധവൻ നായർ, ദ ഗ്രേറ്റ് അയൺ മാധവൻ നായർ. കഷ്ടം തോന്നും. നേതാവിന്റെ വീട്ടിൽ ഗൺമാനായി ചെരുപ്പ് തുടയ്ക്കുന്നതും കിടക്ക വിരിക്കുന്നതും അകത്തുള്ളവരുടെ അടിയുടുപ്പ് വരെ നനയ്ക്കുന്നതും കണ്ടപ്പോ എന്റെ വൈരാഗ്യം കുറഞ്ഞു. ചെറുപ്പം തൊട്ടേ കാക്കി കണ്ടാൽ കലി കയറിയിരുന്ന എനിക്ക് മാധവൻ നായരുടെ ഈ ദൈന്യത കണ്ടപ്പോ സഹതാപം തോന്നുന്നു. ഇല്ലെങ്കിൽ എന്റെ അമ്മയെ ചവിട്ടിക്കൊന്ന ഈ കാല് ഞാൻ തന്നെ വെട്ടി നുറുക്കുമായിരുന്നു. നിങ്ങൾ ചെയ്തു കൂട്ടിയ ക്രൂരതയ്ക്കുള്ള ശിക്ഷയാണിത്. ദൈവം തന്ന ശിക്ഷ. ഇനിയിപ്പോ ഒരു പട്ടിയും വരില്ല തിരിഞ്ഞു നോക്കാൻ. മരണം കാത്തുകിടക്കുന്ന നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ഓർക്കണം. അഗസ്ത്യമൂഴി പോലീസ് ക്വാർട്ടേഴ്സിലെ സീലിംഗ് ഫാനിൽ നിങ്ങൾ ചവിട്ടിക്കൊന്ന് കെട്ടിത്തൂക്കിയ ഒരു പാവം സ്ത്രീയുടെ ജഡം, ഒരു അമ്മയുടെ ജഡം, എന്റെ അമ്മയുടെ ജഡം. അത് കണ്ട് ഭയം ഉറക്ക നിലവിളിച്ച് ഒരു കൊച്ചുകുട്ടിയുടെ മുഖം. വളർന്നവൻ ഗതികെട്ട് കരുണ തേടി മുന്നിലെത്തിയിട്ടും ജനിപ്പിച്ചവൻ സ്വീകരിക്കാതെ ഇരുട്ടിലേക്ക് ആട്ടിയിറക്കി. അന്ന് അവന്റെ നേരെ ചുരുട്ടി എറിഞ്ഞ കുറെ മുഷിഞ്ഞ നോട്ടുകൾ അവൻ മറന്നില്ല. അതിൽ തുടങ്ങിയ യാത്രയാണ് അവനെ ഇവിടെ എത്തിച്ചത്. ചോര വീണ വഴിയിലൂടെ, ശവങ്ങൾക്കിടയിലൂടെ നടന്നെത്താൻ അവനെ കരുത്തനാക്കിയത്. ഹി ഓവ്സ് യു. ആ കടം വീട്ടാനാ ഞാൻ വന്നത്. ക്രിസ്ത്യാനിയാ ഇല്ലയോ? ജെയിംസ് കുട്ടി പറഞ്ഞപ്പോഴാ ഞാൻ അറിയുന്നേ. വാ ഇരി. വേണ്ട. ദേവന്റെ ഒപ്പം അന്നുണ്ടായിരുന്ന ആളല്ലയോ? അന്ന് ശരിക്ക് കാണാനും പറയാനൊന്നും ഒത്തില്ല. അതിനിടയ്ക്ക് വഴക്കായി പോയില്ലയോ? ഞാൻ അന്ന് ഒരുപാട് കയറി പറഞ്ഞു. അതെന്റെ ഒരു സ്വഭാവമാ. പെട്ടെന്ന് അരിശം വരും. എല്ലാം കഴിഞ്ഞില്ലേ സാർ? അന്നത്തെ പിണക്കം ഒരു തമാശയായി കൂട്ടിയാ മതി. അതല്ലേ ഇപ്പൊ വന്നത്. താൻ ഇടുക്കി വന്നിട്ടുണ്ടോ? ഇല്ല. അയ്യോ, അവിടെയാ ഞങ്ങളുടെ ഒരു ഏർപ്പാട്. അവിടെ നമുക്കൊന്ന് കൂടണം. ഈ ദേവനെ കാണുന്നില്ലല്ലോ. ഇനിയും താമസിച്ചാൽ ഞങ്ങളുടെ പരിപാടി തെറ്റും. വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ബാങ്കിൽ അല്പം ജോലിയുണ്ട്. നമ്മുടെ കാര്യം തന്നെ. അച്ചായ ഒന്ന് നിർത്തിക്കേ.
ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരുന്നാൽ നില തെറ്റും. പിന്നെ അന്നത്തെ പോലെ ചൊറിഞ്ഞ് പറഞ്ഞ ചളമാവും. ഏയ് ഒരു കുഴപ്പവും ഇല്ലെന്നേ. കാമാന്ന് ഞാൻ മിണ്ടത്തില്ല. സംസാരമൊക്കെ ഇയാള് ദേവനുമായിട്ട് മതി. ദേവൻ സാർ വന്നു. ഐ എം സോറി, ഞാനൊരു അല്പം ലേറ്റ് ആയി. ഇറ്റ്സ് ഓൾ റൈറ്റ്. നമുക്ക് അങ്ങോട്ടിരിക്കാം. വേണ്ട, കാര്യങ്ങളൊക്കെ ജെയിംസ് കുട്ടും ദേവനുമായിട്ട് അങ്ങ് പറഞ്ഞ് തീരുമാനിച്ചാ മതി. അതല്ലേ? പ്ലീസ് കം. അത്യാവശ്യമായി നിങ്ങൾ ആവശ്യപ്പെട്ട പണം ബാങ്കിൽ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അരമണിക്കൂർ കൊണ്ട് ബാക്കി 1 or 2 ആഴ്ചക്കുള്ളിൽ തന്നാ മതി. അത് എവിടെ എങ്ങനെ എത്തിക്കണമെന്ന് ഞാൻ പറയാം. ആ കാര്യങ്ങൾ ഉറപ്പിച്ച ശേഷമേ നിങ്ങളുടെ സർക്കാരും സ്വീകരിക്കുന്നു അന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ തടസ്സങ്ങളെല്ലാം തീർന്നില്ലയോ? അച്ഛനൊന്നും മിണ്ടാതിരി. ഏയ് ഒരു പ്രശ്നവും ഇല്ലെന്നേ. ദേവൻ, ഓ നാട്ടിലാകുമ്പോ ഒരു കാര്യവും നടക്കുകയല്ല. ഇപ്പൊ പ്രത്യേകിച്ച് ചേടാ, കാണാൻ കൊള്ളാവുന്ന ഒരു പെങ്കൊച്ച് മുന്നിൽ വന്ന് നിന്നാ പോലും ഒന്ന് നോക്കാൻ പോലും പറ്റിയാല. പേടിയാ. കാരണം ഇവളെവിടുന്ന് വന്നെന്നോ ആര് കൊണ്ട് വന്നെന്നോ പ്രായപൂർത്തിയാണോ അല്ലയോ നമുക്കറിയില്ലല്ലോ. ഇനി കഷ്ടകാലത്തിനെങ്ങനോ തൊട്ടുപോയാലോ പിറ്റേന്ന് പത്രത്തിൽ വരും, റവന്യൂ മിനിസ്റ്റർ അവറാച്ചൻ മകളുടെ പ്രായം പോലും ഇല്ലാത്ത ബാലികയെ ബലാത്സംഗം ചെയ്തുവെന്ന്. ആ പ്രത്യേകിച്ച് ഞങ്ങൾ അച്ചായന്മാർക്ക് പണ്ടേ ഇതൊരു ശാപവാ. പെണ്ണ് കാരണം മന്ത്രിക്കത്തേരെ പോയതും MP സ്ഥാനത്തിന് ഭീഷണിയായതും ഞങ്ങളുടെ കൂട്ടർക്കാ. അതുകൊണ്ട് പറഞ്ഞു പോയതാ. അതെ, ഈ അച്ചായൊന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? അപ്പോഴേ ഞാൻ പറഞ്ഞതാ കൂടുതൽ കൊടുക്കണ്ടെന്ന്. ഒരു പ്രശ്നമില്ലെന്നേ. ഇങ്ങനെ സ്റ്റേറ്റ് മാറി വരുമ്പോഴേ ഉള്ളു ഇത്തരത്തിലുള്ള ഒരു തമാശയൊക്കെ. ദേവനോടാ ഞാൻ പറയുന്നേ. അതെല്ലാം ശരിയാക്കാം സാർ. കാശ് വരാൻ അല്പം വൈകും. അതുവരെ ഒരല്പം എന്റർടൈൻമെന്റ്. ഐസക്, ആ കാസറ്റ് ഇട്ടു. കാസറ്റോ? ബ്ലൂ ആയിരിക്കും. എങ്കിൽ നാടനിട്. നമ്മുടെ നിറത്തിലുള്ളതേ. ഈ വെള്ളക്കാരൊക്കെ പ്രൊഫഷണൽസാ, കൊള്ളുകയല്ല. തുകയിൽ മാത്രം 5 കോടി വളരെ കുറവാണ്. അത് 10 ആക്കി തരണം. കാരണം കൊച്ചിയിൽ നേവൽ ബേസിനെന്നും പറഞ്ഞ് കുടി ഒഴിപ്പിച്ച സ്ഥലം ലീഡറെ സ്വാധീനിച്ച് ചൂട് വിലയ്ക്കാണ് നിങ്ങൾ ഒപ്പിച്ചെടുത്തത്. വൈപ്പിനില്ല, അനധികൃതമായി കായൽ നികത്തി ഏക്കറോളം വേറെയും ഒപ്പിച്ചു. തൃശൂർ മുനിസിപ്പാലിറ്റിയിൽ കെട്ടിപ്പൊക്കിയ ബഹുനില കെട്ടിടങ്ങൾ, ഇതിനെല്ലാം പുറമെ റിസർവ് ഫോറസ്റ്റ് വക 500 ഏക്കറോളം വനഭൂമി കൈവശപ്പെടുത്തി ഫോറിൻ കൊളാബറേഷനോടെ ഉണ്ടാക്കിയ കെമിക്കൽ ഫാക്ടറി. എന്താ ഇത്? നമ്മളന്ന് സംസാരിച്ചില്ലേ? 10 കോടി നിങ്ങൾ ചോദിച്ചു, എന്നെ ഭീഷണിപ്പെടുത്തി. അത് തന്നെ. അത് നമ്മൾ മാത്രം പറഞ്ഞാ പോരല്ലോ. നിങ്ങൾ കോട്ട് തന്ന് ജയിപ്പിച്ച് ഈ നാട്ടിലെ ഓരോ പൗരനും അറിയണ്ടേ? അതിനു വേണ്ടി എടുത്തതാ. ഓഹോ, അത് ശരി. അപ്പോ അന്ന് നീ ഞങ്ങളെ ഒരു ട്രാപ്പിൽ പെടുത്തായിരുന്നു അല്ലേ? അല്ലാതെ എന്റെ നേരെ വിരൽ ചൂണ്ടി ഈ നാറി പറഞ്ഞ വർത്താനങ്ങളൊക്കെ കേട്ടു നിൽക്കുമെന്ന് തോന്നിയടാ. എടാ കള്ളം. നിന്നെ ഈ ഖദർ ഉടുക്കാൻ പഠിപ്പിച്ച മഹാനുണ്ടല്ലോ, ഒരു കർണത്തടിച്ചാൽ മറ്റേ കർണം കാണിച്ചു കൊടുക്കുന്ന മഹാൻ. അതല്ല എന്റെ വഴി. എന്നെ തല്ലിയവന്റെ കൈ ഞാൻ തല്ലി ഓടിക്കും, നുറുക്കി കഷ്ണമാക്കും. എത്ര കോടി വേണം നിനക്ക്? വിളിച്ചു വരുത്തി നെറുകടി കാണിച്ചിട്ട് പിന്നെ നീ കൈയെടുക്കണ തെണ്ടി. പിന്നെ നീ എന്ത് വിചാരിച്ചടാ പുല്ലേ? നിന്നെയൊക്കെ സ്വീകരിച്ചിരുത്തി മദ്യവും കശുവണ്ടിയും പോരാത്തതിന് മാമാപ്പണിയും കൂടെ ചെയ്ത് അങ്ങ് സുഖിപ്പിച്ചു തരുമെന്ന് വിചാരിച്ചോടാ. പറയാൻ അരുത് ദേവൻ, അപമാനിക്കരുത്. പ്ലീസ് പ്ലീസ്. ഇല്ല, അപമാനിക്കില്ല. ഓൺ വൺ കണ്ടീഷൻ, ദാറ്റ് യു ഒബേ മീ. ഇന്ന് നീ അലങ്കരിക്കുന്ന കസേരയുടെ ചലനം ഇനി ഞാൻ നിയന്ത്രിക്കും. ഓക്കേ?